2009 ഇറങ്ങിയ ഒരു രസകരമായ റഷ്യൻ സയൻസ് ഫിക്ഷൻ സിനിമയാണ് ബ്ലാക്ക് ലൈറ്റ്നിങ്. ഒരു ചെറുപ്പക്കാരന് പറക്കാൻ കഴിയുന്ന കാറ് കിട്ടുന്നതും അതുപയോഗിച്ച് അവൻ രക്ഷാപ്രവർത്തനങ്ങളൊക്കെ ചെയ്ത് സൂപ്പർ ഹീറോ ആകുന്നതും വില്ലൻ അവനിൽ നിന്നും അത് തട്ടിയെടുക്കാൻ ശ്രമിക്കുന്നതുമൊക്കെയാണ് സിനിമയുടെ ഇതിവൃത്തം. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് ചാനലിനെ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. റഷ്യയിലെ മോസ്കോ സിറ്റിയിലാണ് കഥ നടക്കുന്നത്. സിനിമയുടെ തുടക്കത്തിൽ ഒരു കൂട്ടം സയന്റിസ്റ്റുകൾ ചേർന്ന് എന്തോ ഒരു പ്രോജക്റ്റ് ചെയ്യുകയാണ്. വിക്ടർ ആണ് പ്രോജക്റ്റിന്റെ ഹെഡ്. ഇവനാണ് കഥയിലെ വില്ലനും. ഇവരെന്താണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു വലിയ ഡ്രില്ലിംഗ് മെഷീൻ ഉപയോഗിച്ച് ഭൂമിയുടെ ആഴങ്ങളിലേക്ക് കുഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഭൂമിയുടെ ഒരുപാട് ആഴങ്ങളിൽ നിറയെ ഡയമണ്ട്സ് ഉണ്ട്. അതെടുക്കാൻ വേണ്ടിയിട്ടാണ് അവരിങ്ങനെ കുഴിക്കുന്നത്. പെട്ടെന്ന് അവർക്ക് കുറെ അലേർട്ടുകൾ വന്നു. ഇപ്പോൾ തന്നെ അവരിയ്ക്കുന്ന ബിൽഡിംഗ് മുഴുവൻ ഇരുന്ന് കുലുങ്ങാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനിയും കൂടുതൽ ആഴത്തിലേക്ക് പോയാൽ ഇവിടെ വളരെ ശക്തമായ ഒരു ഭൂമി കുലുക്കമുണ്ടാകും. അതിന്റെ ആഘാതത്തിൽ ഈ സിറ്റി മുഴുവൻ തകരും. അതുകൊണ്ട് നമുക്കിത് നിർത്താമെന്ന് സയന്റിസ്റ്റുകൾ വിക്ടറിനോട് പറഞ്ഞു. എന്നാൽ വിക്ടറിന് അതൊന്നും ഒരു വിഷയമല്ല. എന്ത് സംഭവിച്ചിട്ടാണെങ്കിലും അവന് ഡയമണ്ട്സ് കിട്ടിയാൽ മാത്രം മതി. അങ്ങനെ അവർ വീണ്ടും കുഴിച്ചു. പക്ഷേ കുഴിച്ച് ഡയമണ്ട്സിന്റെ അടുത്തെത്തിയപ്പോഴേക്കും ഡ്രില്ലിംഗ് മെഷീന്റെ പ്രവർത്തനം നിലച്ചുപോയി. ന്യൂക്ലിയർ പവറിൽ റൺ ആകുന്ന എഞ്ചിനൊക്കെയാണ് അവർ ഉപയോഗിക്കുന്നത്. പക്ഷേ ഡയമണ്ട്സ് തുരന്നെടുക്കാൻ അത്രയും ശക്തി പോരാ. അങ്ങനെയാണ് മെഷീൻ നിന്നത്. ന്യൂക്ലിയർ പവർ കൊണ്ടിത് സാധിക്കുമെന്ന് തോന്നുന്നില്ല. അതിന് നമുക്ക് നാനോ കാറ്റലിസ്റ്റ് തന്നെ വേണമെന്ന് ഒരു സയന്റിസ്റ്റ് വിക്ടറിനോട് പറഞ്ഞു. അടുത്ത നാനോ കാറ്റലിസ്റ്റ് എന്താണെന്ന് ഒരു ചെറിയ ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നുണ്ട്. അതൊരു തരം ഇന്ധനം ഉണ്ടാക്കുന്ന ഡിവൈസ് ആണ്. പണ്ട് സോവിയറ്റ് യൂണിയന്റെ കാലഘട്ടത്തിലാണ് നാനോ കാറ്റലിസ്റ്റിന്റെ ഡെവലപ്മെന്റ് തുടങ്ങിയത്. പക്ഷേ സോവിയറ്റ് യൂണിയൻ പോയതോടെ ആ പ്രോജക്റ്റും നിർത്തിവെച്ചു. നാനോ കാറ്റലിസ്റ്റിനെ ഏതോ ഒരു ലബോറട്ടറിയിൽ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. എന്നാൽ ആ ലബോറട്ടറി എവിടെയാണെന്ന് ആർക്കും അറിയില്ല. ആ ലാബ് കണ്ടെത്തിയാൽ നാനോ കാറ്റലിസ്റ്റ് ഉപയോഗിച്ച് നമുക്ക് ഈ ഡയമണ്ട്സ് എടുക്കാമെന്ന് സയന്റിസ്റ്റ് വിക്ടറിനോട് പറഞ്ഞു. ശേഷം റഷ്യയിലെ മറ്റൊരു സിറ്റിയിൽ 2 പേര് ചേർന്ന് പഴയൊരു കെട്ടിടം പൊളിക്കുകയായിരുന്നു. പൊളിക്കുന്നതിനിടയിൽ അണ്ടർഗ്രൗണ്ടിൽ ഒരു സീക്രട്ട് റൂം കണ്ടു. അവരതിൽ ഇറങ്ങി നോക്കിയപ്പോൾ അതൊരു പഴയ ലാബ് ആണെന്ന് അവർക്ക് മനസ്സിലായി. സംഭവം ഇതാണ് നേരത്തെ സയന്റിസ്റ്റ് പറഞ്ഞ നാനോ കാറ്റലിസ്റ്റ് ഉള്ള ലാബ്. ലാബിൽ ഒരു പഴയ കാറും കിടപ്പുണ്ട്. കെട്ടിടങ്ങൾ പൊളിക്കുമ്പോൾ കണ്ടെത്തുന്ന സാധനങ്ങളുടെ എല്ലാം ലിസ്റ്റ് ബോസിന് കൊടുക്കേണ്ടതാണ്. എന്നാൽ അവര് 2 പേരും കൂടെ നൈസായിട്ട് കാറിനെ എടുത്ത് മറിച്ചു വിറ്റു. അടുത്ത ദിവസം രാവിലെ സിനിമയുടെ പ്രധാന കഥാപാത്രമായ ജോൺ അവന്റെ ഫ്രണ്ട് വിൻസെന്റിനോടൊപ്പം ക്ലാസ്സിലിരിക്കുകയായിരുന്നു. വിൻസെന്റ് ഒരു റിച്ച് ഫാമിലിയിലുള്ളവനാണ്. എന്നാൽ ജോൺ നേരെ തിരിച്ചും. അന്ന് ക്ലാസ്സിൽ ഒരു പുതിയ പെണ്ണ് ജോയിൻ ചെയ്തു. എമിലി. ഇവളാണ് കഥയിലെ ഹീറോയിൻ. അവളെ കണ്ടപ്പോൾ തന്നെ ജോണിനും വിൻസെന്റിനും ക്രഷ് തോന്നി. അതുപോലെ അവൾക്കും ജോണിനോട് ക്രഷ് തോന്നിയിരുന്നു. ഇവളെ ഞാൻ 2 ആഴ്ചയ്ക്കുള്ളിൽ വളയ്ക്കുമെന്ന് വിൻസെന്റ് പറഞ്ഞു. ജോൺ ഒന്നും മിണ്ടിയില്ല. ക്ലാസ് കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോൾ വെളിയിൽ ഒരു ബെൻസ് കാർ കിടക്കുന്നത് ജോൺ കണ്ടു. ഒരു കാർ വാങ്ങണമെന്ന വലിയ ആഗ്രഹം ജോണിന് പണ്ടേയുണ്ട്. അതുകൊണ്ട് അവൻ കൗതുകത്തോടെ ബെൻസിനെ നോക്കി നിന്നു. അപ്പോൾ വിൻസെന്റ് അടുത്ത് വന്ന്, അടിപൊളി കാറല്ലേ, ഇതൊന്ന് ഓടിക്കാൻ കിട്ടിയിരുന്നെങ്കിൽ സൂപ്പർ ആയിരുന്നേനെ എന്ന് പറഞ്ഞു. ഇതൊക്കെ ഓടിക്കുന്നത് സ്വപ്നത്തിൽ മാത്രമേ എനിക്ക് പറ്റൂ എന്ന് ജോൺ പറഞ്ഞപ്പോൾ വിൻസെന്റ് അവന്റെ പോക്കറ്റിൽ നിന്നും ബെൻസിന്റെ താക്കോൽ എടുത്തു. അത് ശരിക്കും അവന്റെ കാറായിരുന്നു. അവൻ ജോണിന് താക്കോൽ കൊടുത്തു. എന്നിട്ട് ഓടിക്കാൻ പറഞ്ഞു. ജോണിനാണെങ്കിൽ സന്തോഷം അടക്കാൻ കഴിഞ്ഞില്ല. അങ്ങനെ 2 പേരും കൂടെ ബെൻസിൽ ഡ്രൈവിന് പോയി. പോകുന്ന വഴിയിൽ എമിലിയെ കണ്ടു. എന്റെ ജോലി ഞാൻ ഇപ്പൊ തന്നെ തുടങ്ങിയേക്കാമെന്നും പറഞ്ഞ് അവളുടെ അടുത്ത് വിൻസെന്റ് വണ്ടി നിർത്തിച്ചു. വേണമെങ്കിൽ നിനക്ക് ലിഫ്റ്റ് തരാമെന്ന് അവളോട് വിൻസെന്റ് പറഞ്ഞു. എന്നിട്ട് അവൻ തന്നെ അവൾക്ക് ഡോറൊക്കെ തുറന്നു കൊടുത്തു. അവൾക്കൊപ്പം അവനും പുറകിലെ സീറ്റിലാണ് ഇരുന്നത്. അവർ സംസാരിക്കുന്നതിനിടയിൽ ഇവൻ എന്റെ ഡ്രൈവറാണെന്ന് ജോണിനെ നോക്കി വിൻസെന്റ് പറഞ്ഞു. ജോണിനാണെങ്കിൽ ദേഷ്യവും വന്നു. ശേഷം അന്ന് വൈകുന്നേരം ജോണിന്റെ വീട്ടിൽ ജോണും കുടുംബവും ആഹാരം കഴിക്കുകയായിരുന്നു. അവന്റെ അച്ഛൻ ഹെൻറി, അമ്മ ലൂണ, അനിയത്തി ഹെയ്സൽ, പിന്നെ അവൻ. ഇത്രയും പേര് ചേർന്നതാണ് അവന്റെ കുടുംബം. അച്ഛൻ പണ്ടൊരു ബസ് ഡ്രൈവർ ആയിരുന്നു. കഴിക്കുന്നതിനിടയിൽ എങ്ങനെയാണ് നിങ്ങൾ തമ്മിൽ ലൈൻ ആയതെന്ന് അവൻ അമ്മയോട് ചോദിച്ചു. അപ്പോൾ ഇദ്ദേഹത്തിന്റെ ഡ്യൂട്ടി കഴിയുമ്പോൾ ആ ബസ്സിൽ തന്നെ എന്നെ പിക്കപ്പ് ചെയ്യാൻ വേണ്ടി ഞാൻ വർക്ക് ചെയ്യുന്ന ലൈബ്രറിയിൽ വരുമായിരുന്നു. എന്നിട്ട് നമ്മൾ 2 പേരും കൂടെ കുറെ നേരം ബസ്സിൽ ഡ്രൈവ് ചെയ്യും. അന്നത്തെ കാലത്തിൽ കാർ ഒന്നും അധികം ആർക്കും ഉണ്ടായിരുന്നില്ല. പക്ഷെ നമുക്ക് ഡ്രൈവ് ചെയ്യാൻ ഒരു ബസ് തന്നെ ഉണ്ടായിരുന്നു എന്നൊക്കെ ലൂണ പറഞ്ഞു കൊടുത്തു. അപ്പോൾ പണ്ട് മാത്രമല്ല ഇപ്പോഴും എല്ലാവരുടെ കയ്യിലും കാർ ഇല്ലല്ലോ എന്ന് വിഷമത്തോടെ പറഞ്ഞിട്ട് ജോൺ ഉറങ്ങാൻ പോയി. അത് കേട്ടപ്പോൾ അച്ഛനും വിഷമം തോന്നി. അടുത്ത ദിവസം ജോണിന്റെ ബർത്ത്ഡേ ആയിരുന്നു. രാവിലെ തന്നെ അനിയത്തി വന്ന് ജോണിന് ഹാപ്പി ബർത്ത്ഡേ ആശംസിച്ചു. അച്ഛൻ വന്ന് നിനക്കൊരു സർപ്രൈസ് ഉണ്ടെന്ന് പറഞ്ഞു. അതൊരു കാർ ആണെന്ന് ഹെയ്സൽ പറഞ്ഞപ്പോൾ അവൻ ആവേശത്തോടെ പുറത്തിറങ്ങി നോക്കി. എന്നാൽ അതൊരു പഴയ തല്ലിപ്പൊളി ചാത്തൻ കാർ ആയിരുന്നു. അത് കണ്ടപ്പോൾ തന്നെ അവന്റെ ആവേശമെല്ലാം തീർന്നു. ഇതെന്ത് തൊലിഞ്ഞ കാർ എന്ന രീതിയിൽ അവൻ കാറിനെ നോക്കി. അവൻ ശരിക്കും നിരാശനായി പോയി. ഇത് വോൾഗ എന്ന പഴയൊരു മോഡൽ വണ്ടിയാണ്. ഇതേ സെയിം മോഡൽ കാർ പണ്ട് പ്രസിഡന്റിനും ഉണ്ടായിരുന്നു. അതുപോലത്തെ കാർ ഇപ്പോൾ നിനക്ക് ഓടിക്കാൻ അവസരം കിട്ടി. ഇപ്പോ സന്തോഷമായില്ലേ എന്ന് ഹെൻറി ചോദിച്ചു. അവൻ വിഷമമൊന്നും പുറത്തു കാണിച്ചില്ല. സന്തോഷമായതുപോലെ അഭിനയിച്ചു. ഹെൻറി ജോണിന്റെ കയ്യിൽ
താക്കോല് കൊടുത്തിട്ട് സൂക്ഷിച്ച് യാത്ര ചെയ്യണമെന്ന് പറഞ്ഞു. കാറിനകത്ത് കയറി നോക്കിയപ്പോൾ മൊത്തം പൊളിഞ്ഞു കിടക്കുകയാണ്. എന്തൊക്കെയോ ചില പേപ്പേഴ്സും ആരുടെയൊക്കെയോ കുറച്ച് ഫോട്ടോസും ഒക്കെ ഉണ്ടായിരുന്നു. അവൻ അതൊക്കെ എടുത്ത് മാറ്റിവെച്ചു. മറ്റൊരു കാര്യം, ഇതാണ് ശരിക്കും നേരത്തെ ലാബിൽ നിന്നും മറിച്ചു വിറ്റ കാറ്. എന്തായാലും ഈ തല്ലിപ്പൊളി കാറിൽ പോകുന്നതിനേക്കാൾ നടന്നു പോകുന്നതാണ് നല്ലതെന്ന് ജോണിന് തോന്നി. പക്ഷെ പുറത്തിറങ്ങാൻ തുടങ്ങിയതും അച്ഛനും അമ്മയും അനിയത്തിയും ഒക്കെ അവനെ നോക്കി നിൽക്കുന്നത് കണ്ടു. മകൻ സന്തോഷത്തോടെ വണ്ടി ഓടിച്ചു പോകുന്നത് കാണാനാണ് അവര് നോക്കി നിൽക്കുന്നത്. അങ്ങനെ അവരെ വിഷമിപ്പിക്കേണ്ടെന്ന് കരുതി വേറെ നിവൃത്തിയില്ലാതെ അവൻ കാറിൽ കയറിപ്പോയി. എന്നാൽ കുറച്ചു ദൂരം പോയിട്ട് അപ്പുറത്തെ ബിൽഡിംഗിലെ പാർക്കിംഗ് ലോട്ടിൽ അവൻ വണ്ടി പാർക്ക് ചെയ്തു. എന്നിട്ട് അവൻ ബസ്സിൽ കയറി പോകാൻ തീരുമാനിച്ചു. പക്ഷെ ഒരു കുടിയനെ ബസ് കയറാൻ സഹായിച്ചത് കാരണം അവന് ബസ് മിസ്സായി പോയി. അങ്ങനെ അവൻ ക്ലാസ്സിന് വരാൻ ലേറ്റ് ആയി. അന്ന് ക്ലാസ് എടുക്കുന്നത് വലിയ ഏതോ കൊമ്പത്തുള്ള ഒരു സയന്റിസ്റ്റ് ആയിരുന്നു. അത് വേറെ ആരുമല്ല, വില്ലൻ വിക്ടർ ആയിരുന്നു. എന്റെ ക്ലാസ്സിന് ആരും തന്നെ സാധാരണ ലേറ്റ് ആയി വരാറില്ല. നീ എന്താ ലേറ്റ് ആയതെന്ന് വിക്ടർ ചോദിച്ചു. അപ്പോൾ ഞാൻ ഒരു സ്ട്രേഞ്ചറിനെ സഹായിക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ ബസ് മിസ്സായതാണെന്ന് ജോൺ പറഞ്ഞു. ഓഹോ, സ്ട്രേഞ്ചറിനെ ഹെൽപ്പ് ചെയ്യാൻ പോയെന്നോ? ശരി, ഇവിടെ ഇരിക്കുന്നവരോട് ഞാൻ ഒരു ചോദ്യം ചോദിക്കാം. നിങ്ങൾ ഒരു സ്ട്രേഞ്ചറിനെ ഹെൽപ്പ് ചെയ്യാൻ തീരുമാനിച്ചു. എന്നാൽ അപ്പോഴാണ് എന്റെ ക്ലാസ് ഉണ്ടെന്ന കാര്യം നിങ്ങൾ ഓർക്കുന്നത്. അങ്ങനെയെങ്കിൽ നിങ്ങൾ അയാളെ സഹായിക്കാൻ നിൽക്കുമോ, അതോ അയാളെ കളഞ്ഞിട്ട് ഓടി എന്റെ ക്ലാസ്സിന് വേണ്ടി വരുമോ? ക്ലാസ്സിന് വരുമെന്നുള്ളവരൊക്കെ കൈപൊക്കാൻ വിക്ടർ പറഞ്ഞു. അപ്പോൾ കുറച്ചു പേരൊക്കെ കൈപൊക്കി. അത് കണ്ടപ്പോൾ അയാൾ ചോദ്യം മറ്റൊരു രീതിയിൽ ചോദിച്ചു. എന്റെ ക്ലാസ്സിന് വേണ്ടി സ്ട്രേഞ്ചറിനെ സഹായിക്കാതെ വരുന്നവർക്ക് ഞാൻ 10 ലക്ഷം രൂപ തരാമെന്ന് പറഞ്ഞാൽ പിന്നെ സ്ട്രേഞ്ചറിനെ സഹായിക്കില്ലെന്നുള്ളവർ കൈപൊക്കാൻ പറഞ്ഞു. അപ്പോൾ എമിലിയും ജോണും ഒഴികെ ക്ലാസ്സിലിരുന്ന ബാക്കി എല്ലാവരും കൈപൊക്കി. എന്നാൽ പിന്നെ ആ 10 ലക്ഷം രൂപ ഇപ്പോൾ തന്നാൽ അടുത്ത തവണ ഞാൻ സ്ട്രേഞ്ചറിനെ സഹായിക്കാൻ നിൽക്കില്ലെന്ന് ജോൺ എണീറ്റ് നിന്ന് പറഞ്ഞു. പരിഹാസ രൂപേണയാണ് അവൻ അങ്ങനെ പറഞ്ഞത്. എന്നാൽ അയാൾ ഉടനെ ശരിക്കും 10 ലക്ഷം രൂപ എടുത്ത് അവന് കൊടുത്തു. എന്നിട്ട് അടുത്ത തവണ ഇതുപോലെ ലേറ്റ് ആയിട്ട് വരരുതെന്നും പറഞ്ഞു. എല്ലാവരും ശരിക്കും ഷോക്കായി പോയി. ക്ലാസ് കഴിഞ്ഞപ്പോൾ ഞാൻ വെറുതെ പറഞ്ഞതാണെന്നും പറഞ്ഞ് അവൻ ആ കാശ് അയാൾക്ക് തിരികെ നൽകാൻ പോയി. അപ്പോൾ മറ്റുള്ളവരെ സഹായിക്കാൻ നിന്നാൽ നമ്മുടെ വിലപ്പെട്ട സമയം നഷ്ടമാകുമെന്നല്ലാതെ നമുക്ക് യാതൊരു പ്രയോജനവും ഉണ്ടാകില്ല. ഈ അന്യായ ലോകത്തിൽ ആരെയും സഹായിച്ച് സമയം കളയരുത്. നമുക്ക് എന്താണോ ആവശ്യം അതാണ് നമ്മൾ ചെയ്യേണ്ടത്. അങ്ങനെയൊക്കെ പറഞ്ഞ് അയാൾ അവന് ചില ഉപദേശങ്ങൾ നൽകി. എന്നിട്ട് കാശ് നീ തന്നെ വെച്ചോ, അത് നിനക്ക് ആവശ്യം വരുമെന്നും പറഞ്ഞു. എന്നാൽ അവൻ കാശ് തിരികെ കൊടുക്കാൻ വേണ്ടി പുറകെ നടന്നു. അവസാനം അയാൾ കാറിൽ കയറാൻ വന്നപ്പോൾ ഞാനും ഒന്നുമില്ലായ്മയിൽ നിന്നുമാണ് വളർന്നു വന്നത്, അതുപോലെ നീയും വളർന്നു വാ എന്ന് പറഞ്ഞ് ഒടുവിൽ അയാൾ കാശ് തിരികെ വാങ്ങിച്ചു. അതെങ്ങനെ ഒന്നുമില്ലായ്മയിൽ നിന്ന് വളർന്നുവെന്ന് ജോൺ ചോദിച്ചപ്പോൾ പൂ കച്ചവടത്തിൽ നിന്നുമാണ് ഞാൻ തുടങ്ങിയതെന്ന് പറഞ്ഞിട്ട് അയാൾ അവിടെ നിന്ന് പോയി. അങ്ങനെ അന്ന് മുതൽ അവൻ ഓടി നടന്ന് പൂക്കൾ വിൽക്കാൻ തുടങ്ങി. അത്യാവശ്യം കാശും ഉണ്ടാക്കാൻ കഴിയുന്നുണ്ട്. ഒരു ദിവസം നാനോ കാറ്റലിസ്റ്റ് ഉള്ള ലാബ്, അതായത് നേരത്തെ കാറ് കിടന്ന ലാബിനെ വിക്ടറിന്റെ ആൾക്കാർ കണ്ടെത്തി. അവിടെ നാനോ കാറ്റലിസ്റ്റ് ഒന്നുമില്ല. പക്ഷേ നാനോ കാറ്റലിസ്റ്റിൽ നിന്നും ഉണ്ടാക്കിയ ഒരു ബോട്ടിൽ ഇന്ധനം ഇരിപ്പുണ്ട്. നാനോ ഫ്യൂൽ എന്നാണ് അവരതിനെ പറയുന്നത്. നിർഭാഗ്യവശാൽ ഡ്രില്ലിംഗ് മെഷീൻ റൺ ചെയ്യിക്കാൻ ഇത്രയും ഇന്ധനം മതിയാകില്ലെന്ന് സയന്റിസ്റ്റുകൾ പറഞ്ഞു. അവിടെ പ്രോജക്റ്റിനെ കുറിച്ചുള്ള ചില പേപ്പേഴ്സ് ഇരിക്കുന്നത് വിക്ടർ ശ്രദ്ധിച്ചു. അതിൽ നോക്കിയപ്പോൾ ഒരു വോൾഗ കാറിലാണ് നാനോ കാറ്റലിസ്റ്റ് വച്ചിരിക്കുന്നതെന്ന് അവന് മനസ്സിലായി. പക്ഷേ ലാബിൽ കാർ ഒന്നുമില്ല. എത്രയും പെട്ടെന്ന് ആ കാറിനെ കണ്ടെത്താൻ വിക്ടർ ആജ്ഞാപിച്ചു. അങ്ങനെ വിക്ടറിന്റെ ആൾക്കാർ വോൾഗ കാറിനെയും അന്വേഷിച്ച് നടക്കാൻ തുടങ്ങി. കണ്ണിൽ കാണുന്ന വോൾഗ കാറുകളെല്ലാം അവർ പരിശോധിച്ചുകൊണ്ടിരുന്നു. അടുത്ത ദിവസം ജോൺ പൂക്കൾ വിൽക്കാൻ വേണ്ടി ഇറങ്ങാൻ നിന്നപ്പോൾ എനിക്കും സിറ്റിയിലൊന്ന് പോകണം, അതുകൊണ്ട് ഞാനും കൂടെ വരാമെന്നും പറഞ്ഞ് ഹെൻറിയും അവന്റെ ഒപ്പം പോയി. യാത്രക്കിടയിൽ ഒരിടത്തെത്തിയപ്പോൾ ഒരു കള്ളൻ ഒരു സ്ത്രീയുടെ ബാഗും തട്ടിപ്പറിച്ച് ഓടാൻ ശ്രമിക്കുന്നത് ഹെൻറി കണ്ടു. ഉടനെ കാറ് നിർത്താൻ പറഞ്ഞു. എന്നിട്ട് അയാൾ ഇറങ്ങി ഓടിച്ചെന്ന് കള്ളനെ പിടിച്ചു. ശേഷം അവർ കാറിൽ കയറി വീണ്ടും യാത്ര തുടർന്നു. എന്നാൽ ആ സമയത്തിൽ അതുവഴി പോയ വിക്ടറിന്റെ ആൾക്കാർ ജോണിന്റെ കാർ കണ്ടു. അങ്ങനെ അവർ ജോണിനെ ഫോളോ ചെയ്തു. അച്ഛൻ ഇങ്ങനെ ഒന്നും ചിന്തിക്കാതെ പ്രശ്നങ്ങളിൽ ചെന്ന് ചാടുന്നത് ഡേഞ്ചറാണ്. നമ്മൾ ആരെയും സഹായിക്കാൻ നിൽക്കേണ്ട കാര്യമില്ല. നമ്മൾ നമ്മുടെ കാര്യം മാത്രം നോക്കിയാൽ മതി. ഒരുപക്ഷെ ആ കള്ളൻ ഏതെങ്കിലും ഗ്യാങ് മെമ്പർ ആണെങ്കിലോ? ഗ്യാങ് നമ്മൾ വെറുതെ വിടുവോ? അതുകൊണ്ട് നമ്മൾ വേറെ ആരുടെയും വിഷയത്തിൽ തലയിടരുതെന്ന് ജോൺ പറഞ്ഞു. നേരത്തെ വിക്ടർ പറഞ്ഞ വാക്കുകളൊക്കെ അവന്റെ മനസ്സിലുണ്ടായിരുന്നു. അത് വെച്ചിട്ടാണ് അവൻ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്. എന്നാൽ ഹെൻറി അങ്ങനെയല്ല. എല്ലാവരെയും സഹായിക്കുന്നതാണ് അദ്ദേഹത്തിന്റെ ശീലം. ആ രീതിയിലാണ് അയാൾ ജോണിനെ വളർത്തിയതും. പക്ഷെ ഇപ്പൊ ഇവൻ ഇങ്ങനെയൊക്കെ പറയുന്നത് കേട്ട ഹെൻറിക്ക് ദേഷ്യം വന്നു. വണ്ടി നിർത്തണ എന്നും പറഞ്ഞ് ജോണിനോട് ദേഷ്യപ്പെട്ടിട്ട് അയാൾ വണ്ടിയിൽ നിന്നും ഇറങ്ങിപ്പോയി. അപ്പോഴും വിക്ടറിന്റെ ആൾക്കാർ അവനെ ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു. കുറച്ചു ദൂരം പോയപ്പോൾ അവനെ ഒരു വണ്ടി ഫോളോ ചെയ്യുന്നത് കണ്ണാടി വഴി അവൻ കണ്ടു. അത് നേരത്തെ പ്രശ്നമുണ്ടാക്കിയ കള്ളന്റെ ഗ്യാങ് മെമ്പേഴ്സ് ആയിരിക്കുമെന്നാണ് അവൻ കരുതിയത്. പേടിച്ചിട്ട് അവൻ വേഗത്തിൽ വണ്ടി ചവിട്ടി വിട്ടു. വെട്ടിച്ചും തിരിച്ചുമൊക്കെ വളരെ വിദഗ്ധമായിട്ട് അവൻ വണ്ടി ഓടിച്ചു. അങ്ങനെ അവരിൽ നിന്നും രക്ഷപ്പെട്ടു എന്ന് കരുതി സമാധാനിച്ചപ്പോൾ അവർ മറ്റൊരു വഴിയിലൂടെ അവന്റെ മുന്നിലെത്തി. അവർ വേഗത്തിൽ വരികയാണ്. അവരുമായിട്ട് കൂട്ടിയിടിക്കുമെന്ന് തോന്നിയതും അവൻ ബ്രേക്കും ക്ലച്ചും ഒക്കെ ഒരുമിച്ച് അങ്ങ് ചവിട്ടി പിടിച്ചു. എന്നാൽ നിൽക്കുന്നതിന് പകരം വണ്ടി പറക്കുകയാണ് ചെയ്തത്. എന്ത് ചെയ്യണമെന്നറിയാതെ അവൻ പേടിച്ച് നിലവിളിച്ചു. എന്തൊക്കെ ചെയ്തിട്ടും വണ്ടി അവന്റെ നിയന്ത്രണത്തിൽ വരുന്നില്ല. അവസാനം വണ്ടി ഒരു പഴയ ഫാക്ടറിയിൽ ചെന്ന് വീണു. കുറെ റബ്ബർ ടയറുകൾക്ക് മീതെയാണ് വന്ന് വീണത്. അതുകൊണ്ട് അവനും കാറിനും ഒന്നും പറ്റിയില്ല.
വണ്ടി വന്ന് ഇടിച്ചു വീണതും അവൻ പെട്ടെന്ന് വണ്ടിയിൽ നിന്നും ഇറങ്ങി. എന്നിട്ട് ജീവനും കൊണ്ട് പേടിച്ചോടി. നടന്ന സംഭവങ്ങളെല്ലാം ഡാനിയേൽ വന്ന് വിക്ടറിനോട് പറഞ്ഞു. വിക്ടറിന്റെ ഒരു പ്രധാന സഹായിയാണ് ഡാനിയേൽ. പറക്കുന്ന കാറിന്റെ കഥ കേട്ടപ്പോൾ ഇനി നമ്മൾ എങ്ങനെ ആ കാറിനെ കണ്ടെത്തും, അതില്ലാതെ എങ്ങനെ നമ്മൾ ഡയമണ്ട്സ് കുഴിച്ചെടുക്കും എന്നൊക്കെ വിഷമത്തോടെ വിക്ടർ പറഞ്ഞു. അപ്പോഴാണ് ഡാനിയേലിന് ഒരു കാര്യം ഓർമ്മ വന്നത്. എന്താന്ന് വെച്ചാൽ കാറിൽ നിറയെ പൂക്കൾ ഇരിക്കുന്നത് അവൻ ശ്രദ്ധിച്ചിരുന്നു. അങ്ങനെയെങ്കിൽ ഈ സിറ്റിയിലുള്ള എല്ലാ പൂക്കടകളിലും തിരക്കിയാൽ ഒരുപക്ഷെ കാർ ഓടിച്ചവനെ കണ്ടുപിടിക്കാമെന്ന് ഡാനിയേൽ പറഞ്ഞു. അടുത്ത ദിവസം അവൻ കാറിലുണ്ടായിരുന്ന ചില പേപ്പേഴ്സ് ഒക്കെ എടുത്തു നോക്കി. അതിൽ 3 സയന്റിസ്റ്റുകളുടെ ഡീറ്റെയിൽസ് ഉണ്ടായിരുന്നു. അത് വെച്ച് അവൻ ആ സയന്റിസ്റ്റുകളെ തേടിപ്പോയി. അതിൽ 2 പേരെ അവൻ കണ്ടെത്തി. അവർ 2 പേരും ഭാര്യ ഭർത്താക്കന്മാരാണ്. ഒരു ന്യൂസ് റിപ്പോർട്ടറായിട്ട് സയന്റിസ്റ്റുകളെ ഇന്റർവ്യൂ ചെയ്യാൻ എന്ന രീതിയിലാണ് ജോൺ വന്നിരിക്കുന്നത്. അതുകൊണ്ട് സയന്റിസ്റ്റുകൾ എല്ലാ ഡീറ്റെയിൽസും അവന് പറഞ്ഞു കൊടുത്തു. നമ്മൾ പ്രധാനമായും 3 സയന്റിസ്റ്റുകൾ ചേർന്നാണ് ഈ പ്രോജക്റ്റ് തുടങ്ങിയത്. അതിൽ 2 പേര് ഞങ്ങളാണ്. ഞങ്ങൾക്ക് പുറമെ ജെയിംസ് എന്ന മറ്റൊരു സയന്റിസ്റ്റും ഉണ്ടായിരുന്നു. പണ്ട് ചന്ദ്രനിൽ നിന്നും നമുക്കൊരു ക്രിസ്റ്റൽ കിട്ടി. അതിന് രാസപദാർത്ഥങ്ങളുടെ ഘടകങ്ങളെ മാറ്റാനുള്ള കഴിവുണ്ടായിരുന്നു. അങ്ങനെ അതുപയോഗിച്ച് നമ്മൾ ഇന്ധനങ്ങളുടെ ശക്തി പല ലക്ഷം മടങ്ങ് വർദ്ധിപ്പിക്കാൻ കഴിയുന്ന ഒരു ഡിവൈസ് നിർമ്മിച്ചു. നാനോ കാറ്റലിസ്റ്റ് എന്നാണ് നമ്മൾ ആ ഡിവൈസിന് നൽകിയ പേര്. അത് വെച്ച് പറക്കുന്ന കാറുകൾ നിർമ്മിക്കാനായിരുന്നു നമ്മുടെ പദ്ധതി. എന്നാൽ പ്രോജക്റ്റ് പരാജയപ്പെട്ടു. വോൾഗ പറന്നുയർന്നില്ല. അതോടെ നമ്മുടെ പ്രോജക്റ്റിനെ പിന്നെ നിർത്തലാക്കി. പരാജയപ്പെട്ട വിഷമത്തിൽ ജെയിംസ് എങ്ങോട്ടോ നാട് വിട്ടുപോയി. അങ്ങനെ എല്ലാം അവരവന് പറഞ്ഞുകൊടുത്തു. പ്രോജക്റ്റ് പരാജയപ്പെട്ടു എന്ന് കേട്ടപ്പോൾ അവൻ അതിശയിച്ചു. കാരണം അവൻ കഴിഞ്ഞ ദിവസം അത് പറത്തിയതേയുള്ളൂ. പക്ഷെ അതൊന്നും അവൻ അവരോട് പറഞ്ഞില്ല. എല്ലാം സംസാരിച്ച ശേഷം അവൻ പോകാൻ ഇറങ്ങിയപ്പോൾ ക്ലാര അവൻ ഒരു പുസ്തകം കൊടുത്തു. അതിൽ കാറിനെ കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസും ഉണ്ട്. അതിനു പുറമെ കാർ എങ്ങനെ ഓടിക്കണം എന്നതിനെ കുറിച്ചും വിവരിച്ചിട്ടുണ്ട്. അവൻ സന്തോഷത്തോടെ അതും വാങ്ങി വീട്ടിലേക്ക് പോയി. അടുത്ത ദിവസം തന്നെ പഴയ ഫാക്ടറിയിൽ ചെന്ന് കാർ എടുത്തു. എന്നിട്ട് പൂക്കൾ എടുക്കാൻ പോയി. ലാസ്റ്റ് തന്ന പൂക്കളൊന്നും നീ ഡെലിവർ ചെയ്തില്ലല്ലോ എന്ന് പറഞ്ഞ് പൂക്കടക്കാരൻ ബോസ് അവനെ വഴക്ക് പറഞ്ഞു. ഇനി അങ്ങനെ ഉണ്ടാകില്ലെന്നും പറഞ്ഞ് അവൻ വീണ്ടും പൂക്കളുമായിട്ട് ഇറങ്ങി. പക്ഷെ പോയ വഴിയിൽ അവൻ ട്രാഫിക്കിൽ കുടുങ്ങിപ്പോയി. ആ സമയത്തിൽ അവന്റെ ബോസ് വിളിച്ചിട്ട് മര്യാദയ്ക്ക് പൂക്കളൊക്കെ കൃത്യസമയത്തിൽ കൊണ്ടു കൊടുക്കണമെന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ടു. അപ്പോഴാണ് നേരത്തെ ക്ലാര കൊടുത്ത പുസ്തകം അവൻ ഓർമ്മ വന്നത്. അവൻ അതെടുത്ത് കാറ് പറത്തുന്നത് എങ്ങനെയാണെന്ന് പഠിച്ചു. എന്നിട്ട് കാറ് ട്രാഫിക്കിനിടയിൽ നിന്നും ലോഞ്ച് ചെയ്തു. ആദ്യം കുറച്ച് പാടുപെട്ടെങ്കിലും കാർ ഓടിക്കാൻ അറിയാവുന്നവർക്ക് വളരെ എളുപ്പത്തിൽ തന്നെ ഈ കാറ് പറത്താനും കഴിയുന്ന രീതിയിലായിരുന്നു അതിന്റെ മെക്കാനിസം. അതുകൊണ്ട് കുറച്ചു നേരമായപ്പോൾ തന്നെ അവനത് പൂർണ്ണമായും കൈകാര്യം ചെയ്യാൻ പഠിച്ചു. ശേഷം അവൻ പൂക്കൾ ഡെലിവർ ചെയ്യേണ്ട കെട്ടിടത്തിന്റെ മുകളിൽ കൊണ്ട് കാറ് ലാൻഡ് ചെയ്തു. അങ്ങനെ പറഞ്ഞ സമയത്തിന് മുൻപ് തന്നെ അവന് പൂക്കൾ ഡെലിവർ ചെയ്യാൻ സാധിച്ചു. അതിനുശേഷം പിന്നെ അവൻ പൂക്കളൊക്കെ പറന്ന് നടന്ന് ഡെലിവർ ചെയ്യാൻ തുടങ്ങി. ബാക്കിയുള്ളവർക്കൊന്നും അതിന്റെ പകുതിയുടെ പകുതി പോലും ഡെലിവർ ചെയ്യാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് അവനെ കണ്ട് പഠിക്കാൻ ബോസ് ബാക്കിയുള്ളവരോട് പറഞ്ഞു. അങ്ങനെ ഇഷ്ടം പോലെ പൂക്കൾ ഡെലിവർ ചെയ്ത് ജോൺ കുറെ കാശുണ്ടാക്കി. അവൻ ഐഫോണൊക്കെ വാങ്ങിച്ച് ക്ലാസ്സിൽ കൊണ്ടുപോയി ജാട കാണിക്കാനൊക്കെ തുടങ്ങി. കാശ് സമ്പാദിക്കാൻ തുടങ്ങിയപ്പോഴാണ് അവന് എമിലിയോട് സംസാരിക്കാനുള്ള ധൈര്യം വന്നത്. അങ്ങനെ ഒരു ദിവസം അവൾ അവനെ ഡിന്നറിന് ക്ഷണിച്ചു. മോസ്കോ സിറ്റിയിലെ ഏറ്റവും ഗ്രാൻഡ് ആയ റെസ്റ്റോറന്റിലാണ് അവളെയും കൊണ്ടുപോയത്. അവൾക്ക് ഒരുപാട് സന്തോഷമായി. അവസാനം ഡിന്നർ കഴിച്ചിട്ട് അവരവിടെ നിന്നും ഇറങ്ങാൻ തുടങ്ങിയതും അവിടെ വിക്ടർ വന്നു. വിക്ടറിനെ കണ്ടപ്പോൾ താങ്കൾ പറഞ്ഞതുപോലെ ഞാനിപ്പോൾ എന്റെ കാര്യം മാത്രമേ നോക്കുന്നുള്ളൂ. അതുപോലെ ഞാനും ഇപ്പോൾ പൂക്കൾ വിൽക്കാൻ തുടങ്ങി. താങ്കളുടെ അഡ്വൈസ് കാരണം ഞാനിപ്പോൾ നിറയെ കാശ് സമ്പാദിക്കാൻ തുടങ്ങി. എന്നിട്ട് അവസാനം ഒരു താങ്ക്സും പറഞ്ഞിട്ട് അവൻ അവിടെ നിന്നും പോയി. ശേഷം അടുത്ത ദിവസം എനിക്ക് ശമ്പളം കൂട്ടി തരണമെന്ന് ജോൺ ബോസിനോട് ചോദിച്ചു. അല്ലെങ്കിൽ വേറെ പൂക്കടക്കാരൻ കൂടുതൽ കാശ് തരാമെന്ന് പറഞ്ഞ് എന്നെ വിളിച്ചാൽ ഞാൻ അങ്ങോട്ട് പോകുമെന്നും പറഞ്ഞു. ബോസ് അത് കാര്യമാക്കിയില്ല. എന്നാൽ ജോൺ അങ്ങോട്ട് ഇറങ്ങിയതും ഇവിടെ ഒരു വോൾഗ കാർ ഓടിക്കുന്ന ഡെലിവറിക്കാരൻ ജോലി ചെയ്യുന്നുണ്ടോ എന്നും ചോദിച്ച് അവിടെ വിക്ടറിന്റെ ആൾ വന്നു. വേറെ പൂക്കടക്കാരൻ ജോണിന് കൂടുതൽ ശമ്പളം ഓഫർ ചെയ്യാൻ വേണ്ടി വന്നതായിരിക്കുമെന്ന് കരുതി അങ്ങനെ ആരും ഇവിടെ ഇല്ലല്ലോ എന്ന് ബോസ് കള്ളം പറഞ്ഞു. അത് കാരണം ജോൺ രക്ഷപ്പെട്ടു. അന്ന് രാത്രിയോടെ മോസ്കോയിലുള്ള സകല പൂക്കടകളിലും വിക്ടറിന്റെ ആൾക്കാർ വോൾഗയെക്കുറിച്ച് അന്വേഷിച്ചു. പക്ഷെ ഒരു പൂക്കടയിലും അങ്ങനെ വോൾഗ ഓടിക്കുന്ന ഡെലിവറിക്കാരനില്ല. ഇനി എന്ത് ചെയ്യുമെന്ന് ആലോചിച്ച് നിൽക്കുമ്പോഴാണ് ഡാനിയലിന് മറ്റൊരു കാര്യം ഓർമ്മ വന്നത്. അന്ന് കാറിൽ നിന്നും പുറത്തിറങ്ങിയപ്പോൾ ഹെൻറിയെ അവൻ ശ്രദ്ധിച്ചിരുന്നു. വ്യക്തമായിട്ട് കണ്ടില്ല, എന്നാലും ഏതാണ്ട് ഒരു രൂപം മനസ്സിലുണ്ട്. അയാളെ കണ്ടുപിടിച്ചാൽ അയാളോട് തന്നെ കാറിന്റെ ഉടമസ്ഥൻ ആരാണെന്ന് ചോദിക്കാമെന്ന് ഡാനിയൽ പറഞ്ഞു. അടുത്ത ദിവസം കോളേജിൽ പോയപ്പോൾ വിൻസെന്റ് അവനോട് വന്ന് വഴക്കുണ്ടാക്കി. എമിലിയെ ജോൺ ഡിന്നറിന് കൊണ്ടുപോയതാണ് കാരണം. എമിലി എനിക്ക് സ്വന്തമാണ്. നിന്റെ ലെവൽ വെച്ച് നിനക്ക് ആ റെസ്റ്റോറന്റിലുള്ള വേലക്കാരികളെ പോലും ഡിന്നറിന് കൊണ്ടുപോകാനുള്ള യോഗ്യതയില്ല എന്നൊക്കെ പറഞ്ഞ് അവൻ ജോണിനെ കളിയാക്കി. അപ്പോൾ നിന്റെ കയ്യിൽ മാത്രമേ കാശുള്ളൂ എന്ന് കരുതിയോ? എന്റെ കയ്യിലും കാശുണ്ട്. ഏതവളെ വേണമെങ്കിലും ഞാൻ ഡിന്നറിന് കൊണ്ടുപോകും എന്ന് പറഞ്ഞ് ജോൺ വിൻസെന്റിനോട് ദേഷ്യപ്പെട്ടു. പക്ഷെ അവസാനം പറഞ്ഞതാണ് എമിലി കേട്ടോണ്ട് വന്നത്. ദേഷ്യം വന്നിട്ട് അവള് വന്ന് ജോണിനെ പടക്കേന്നൊരു അടി അടിച്ചിട്ട് പോയി. അന്ന് രാത്രി ജോലി കഴിഞ്ഞിറങ്ങാൻ നേരം ഹെൻറി ജോണിനെ വിളിച്ചു. ജോലി കഴിയുമ്പോൾ എന്നെ പിക്ക് ചെയ്യാൻ വരണമെന്ന് പറയാനാണ് വിളിച്ചത്. താൻ ബസ് സ്റ്റോപ്പിൽ നിൽക്കുമെന്നും പറഞ്ഞു.
ശേഷം ഹെൻറി ബസ് സ്റ്റോപ്പിലേക്ക് നടക്കുകയായിരുന്നു. ആ സമയത്തിൽ ഡാനിയലും കൂട്ടരും അവിടെ എത്തി. കുറച്ച് നാളുകൾക്ക് മുന്നേ താനൊരു വോൾഗ കാറിൽ നിന്നും ഇറങ്ങിപ്പോകുന്നത് ഞങ്ങൾ കണ്ടല്ലോ. ആ വോൾഗയുടെ ഡ്രൈവർ ആരാണെന്ന് തനിക്കറിയാമോ എന്ന് ഡാനിയൽ ചോദിച്ചു. എന്തോ പ്രശ്നമുണ്ടെന്ന് ഹെൻറിക്ക് തോന്നി. അതുകൊണ്ട് നിങ്ങൾക്ക് ആള് മാറിപ്പോയി, ഞാൻ വോൾഗയിലൊന്നും കയറിയിട്ടില്ലെന്ന് പറഞ്ഞ് ഹെൻറി രക്ഷപ്പെടാൻ ശ്രമിച്ചു. എന്നാൽ അവരന്ന് കണ്ട കള്ളനെയും കൂടെ കൊണ്ടുവന്നിരുന്നു. ഇയാളല്ലേ അന്ന് നിന്നെ തല്ലിയതെന്ന് ചോദിച്ചപ്പോൾ ഇത്രയും നാളായതുകൊണ്ട് ഞാൻ അയാളുടെ മുഖം മറന്നുപോയെന്ന് കള്ളൻ പറഞ്ഞു. ഇവനെ കൊണ്ട് ഒരു പ്രയോജനവുമില്ല, ഇവൻ വെറും വേസ്റ്റ് ആണ് എന്നും പറഞ്ഞ് ഡാനിയലും കൂട്ടരും അവിടെ നിന്നും പോയി. രക്ഷപ്പെട്ടു എന്ന് കരുതി ഹെൻറി വീണ്ടും നടക്കാൻ തുടങ്ങി. ഒടുവിൽ ബസ് സ്റ്റോപ്പിനടുത്ത് എത്താറായതും കള്ളൻ പുറകെ വന്ന് വിളിച്ചു. എന്നിട്ട് നിന്നെ കൊല്ലാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിന്നെ കാട്ടിക്കൊടുക്കാത്തതെന്നും പറഞ്ഞ് അവനൊരു കത്തിയെടുത്ത് ഹെൻറിയെ കുത്തി. അങ്ങനെ ഹെൻറി അവിടെ വീണു. ഈ സമയം ഹെൻറിയെയും കാത്ത് ജോൺ ബസ് സ്റ്റോപ്പിൽ നിൽക്കുകയായിരുന്നു. ഹെൻറി കിടക്കുന്നതിന്റെ തൊട്ടടുത്താണ് ബസ് സ്റ്റോപ്പ്. വെറും ഒരു വളവിന്റെ ദൂരം മാത്രമേയുള്ളൂ. ഒരു സ്ത്രീ വന്ന് ഒരാൾ അവിടെ അപകടം പറ്റി കിടക്കുകയാണ്, ഉടനെ രക്ഷിക്കണമെന്ന് പറഞ്ഞ് ജോണിനോട് സഹായം തേടി. ഹെൻറിയെ കുറിച്ചാണ് ആ സ്ത്രീ പറയുന്നത്. എന്നാൽ അവൻ ആംബുലൻസ് വിളിക്കാൻ പറഞ്ഞിട്ട് വിൻഡോ അടച്ചിട്ടു. അങ്ങനെ കുറെ നേരം കഴിഞ്ഞപ്പോൾ അവിടെ ആംബുലൻസ് വന്നു. അപ്പോഴാണ് അവന് പെട്ടെന്ന് സംശയം തോന്നിയത്. അവൻ വേഗം കാറിൽ നിന്നും ഇറങ്ങി ആംബുലൻസിന് അടുത്തേക്ക് പോയി. അവന്റെ അച്ഛനാണെന്ന് കണ്ടതും അവൻ ആകെ തകർന്നുപോയി. അദ്ദേഹം മരിച്ചുപോയെന്നും കുറച്ചു നേരത്തെ ഹോസ്പിറ്റലിൽ എത്തിക്കാൻ പറ്റിയിരുന്നെങ്കിൽ അയാളെ രക്ഷിക്കാൻ കഴിയുമായിരുന്നുവെന്നും നേഴ്സ് പറഞ്ഞു. അത് കേട്ടതും അവന് സങ്കടം സഹിക്കാൻ പറ്റിയില്ല. അവൻ ആകെ തളർന്നുപോയി. അടുത്ത കുറെ ദിവസങ്ങൾ അവൻ മരവിച്ചതുപോലത്തെ അവസ്ഥയിലായിരുന്നു. ഒരു ദിവസം വിഷമിച്ചിരിക്കുന്ന സമയത്തിലാണ് ഏതോ ഒരു ബിൽഡിങ്ങിന് തീ പിടിച്ച വിവരം അവൻ റേഡിയോയിലൂടെ കേൾക്കാനിടയായത്. ബിൽഡിങ്ങിൽ ഒരു കുട്ടി കുടുങ്ങിപ്പോയെന്നും റേഡിയോയിൽ പറഞ്ഞു. അവൻ ഉടൻ തന്നെ കാറും കൊണ്ട് പറന്നുപോയി. എന്നിട്ട് തീ പിടിച്ച ബിൽഡിങ്ങിൽ പറന്നു കയറി കുട്ടിയെ രക്ഷിച്ചു. അത് താൻ ചെയ്ത തെറ്റിന് പ്രായശ്ചിത്തമായിട്ട് അവന് തോന്നി. അതുമാത്രമല്ല, മറ്റുള്ളവരെ സഹായിക്കാനാണ് ഹെൻറിയുടെ ആഗ്രഹവും. അതുകൊണ്ട് അതിനുശേഷം അവൻ സ്ഥിരമായിട്ട് റേഡിയോ കേൾക്കാൻ തുടങ്ങി. എന്നിട്ട് എവിടെയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായാലും ഇവൻ കാറും കൊണ്ട് പറന്നുപോയി പ്രശ്നങ്ങൾ പരിഹരിക്കും. ഇങ്ങനെ ആരോ രക്ഷാപ്രവർത്തനം നടത്തുന്ന വിവരങ്ങൾ മാധ്യമങ്ങളിലെല്ലാം പ്രചരിക്കാൻ തുടങ്ങി. അങ്ങനെ കുറച്ചു നാളുകൾക്കുള്ളിൽ തന്നെ അവൻ മോസ്കോ നഗരത്തിന്റെ സൂപ്പർ ഹീറോ ആയി മാറി. മിന്നായം പോലെ ആകാശത്തിൽ നിന്നും കറുത്ത കാറിൽ പറന്നു വരുന്നതുകൊണ്ട് ജനങ്ങൾ അവനെ ബ്ലാക്ക് ലൈറ്റ്നിങ് എന്ന് പേരും നൽകി. അവൻ എവിടെ പോയാലും ആൾക്കാരൊക്കെ ബ്ലാക്ക് ലൈറ്റ്നിങ്ങിനെ കുറിച്ച് പറയുന്നത് കേൾക്കാം. അതൊക്കെ കേൾക്കുമ്പോൾ അവന് ഭയങ്കര സന്തോഷം തോന്നാറുണ്ട്. കോളേജിൽ പോകുമ്പോൾ അവിടെയും എല്ലാവരും ബ്ലാക്ക് ലൈറ്റ്നിങ്ങിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. പക്ഷെ ആർക്കും തന്നെ ബ്ലാക്ക് ലൈറ്റ്നിങ് ശരിക്കും ആരാണെന്നറിയില്ല. അവന്റെ വ്യക്തമായി ഒരു ചിത്രം പോലും ആർക്കും കിട്ടിയിട്ടില്ല. വളരെ മങ്ങിയ ചിത്രങ്ങൾ കിട്ടിയിട്ടുണ്ട്. പക്ഷെ അതിലൂടെ ആൾ ആരാണെന്നറിയാൻ കഴിഞ്ഞിട്ടില്ല. വാർത്തകളിലൊക്കെ എപ്പോഴും ബ്ലാക്ക് ലൈറ്റ്നിങ്ങിനെ കുറിച്ചാണ് ചർച്ചകൾ. പോലീസുകാരൊക്കെ അത് ആരാണെന്ന് അന്വേഷിക്കുന്നുണ്ട്. അതുപോലെ വിക്ടറിന്റെ ആൾക്കാരും ബ്ലാക്ക് ലൈറ്റ്നിങ്ങിനെ തേടുകയാണ്. ഒരു ദിവസം വൈകുന്നേരം വിക്ടർ ഡാനിയലിനെ വിളിച്ചിട്ട് ഇനി ബ്ലാക്ക് ലൈറ്റ്നിങ്ങിനെ നിങ്ങൾ തിരയേണ്ട, അവൻ ഇനി നമ്മളെ തേടി വരുമെന്ന് പറഞ്ഞു. ഈ സമയം ജോൺ വാർത്തകൾ കേൾക്കുകയായിരുന്നു. അതിനിടയിലാണ് സിറ്റിയിൽ ഒരു മോഷണ ശ്രമം നടക്കുന്നതായിട്ട് റേഡിയോയിലൂടെ അറിഞ്ഞത്. അവനുടനെ കാറും എടുത്ത് പുറപ്പെട്ടു. മുകളിലൂടെ പറന്നു വരുന്ന സമയത്തിൽ ഒരു പോലീസ് കാർ ഒരു വാനിനെ ചേസ് ചെയ്യുന്നത് ജോൺ കണ്ടു. അവനുടനെ ആ വാനിനെ തടയാൻ പോയി. എന്നാൽ അത് ശരിക്കും ഒരു കെണിയായിരുന്നു. പോലീസ് വാഹനത്തിലും വാനിലും വിക്ടറിന്റെ ആൾക്കാരാണ്. ഇങ്ങനൊരു പ്രശ്നം നടക്കുന്ന സ്ഥലത്തിൽ അവൻ വരുമെന്നറിയാവുന്നതുകൊണ്ട് വിക്ടറാണ് ഈ കെണി ഒരുക്കിയത്. പോലീസ് കാറിലിരുന്ന ഡാനിയൽ ഒരു റോക്കറ്റ് ലോഞ്ചർ എടുത്ത് ബ്ലാക്ക് ലൈറ്റ്നിങ്ങിനെ വെടിവെച്ചു. അങ്ങനെ കാർ വന്ന് തറയിൽ വീണു. അപ്പോഴാണ് അവന് ചതി മനസ്സിലായത്. പക്ഷേ വണ്ടിക്ക് കാര്യമായിട്ടൊന്നും പറ്റിയിട്ടില്ല. ഡാനിയൽ വീണ്ടും ലോഞ്ചർ എടുത്ത് വെടിവെച്ചു. ഭാഗ്യത്തിന് കൃത്യസമയത്തിൽ അവൻ വണ്ടി ഉയർത്തി. എന്നിട്ട് അവിടെ നിന്നും പറന്നുപോയി. ശേഷം ഡാനിയൽ വിക്ടറിനെ കാണാൻ വന്നു. അവൻ ആകാശത്തിലായതിനാൽ നിലത്ത് നിന്നുകൊണ്ട് നമുക്ക് അവനെ പിടിക്കാൻ പറ്റില്ലെന്നാണ് ഡാനിയൽ പറയുന്നത്. അങ്ങനെയെങ്കിൽ നമുക്ക് അവനെ ആകാശത്തിൽ വെച്ച് തന്നെ പിടിക്കാം. അതിന് നമ്മൾ ആദ്യം ഈ പറക്കുന്ന കാർ നിർമ്മിച്ച സയന്റിസ്റ്റുകളെ കണ്ടെത്തണമെന്ന് വിക്ടർ പറഞ്ഞു. അടുത്ത ദിവസം ജോണിന്റെ ക്ലാസ്സിന് എക്സാം ആയിരുന്നു. ജോൺ നന്നായിട്ട് തന്നെ എക്സാം എഴുതി. പക്ഷെ എമിലി ഒന്നും തന്നെ എഴുതിയിട്ടില്ല. അവളുടെ പേപ്പർ കാലിയായിരിക്കുന്നത് അവൻ പുറകിലിരുന്ന് കാണുകയും ചെയ്തു. അതുകൊണ്ട് എക്സാം കഴിഞ്ഞപ്പോൾ ആരും കാണാതെ അവൻ പേപ്പേഴ്സ് തമ്മിൽ മാറ്റി. അങ്ങനെ അവൾക്ക് പകരം അവൻ തോൽക്കുകയും അവൾ എക്സാം പാസ്സാവുകയും ചെയ്തു. റിസൾട്ട് വന്നപ്പോൾ അവൾക്ക് കാര്യം പിടികിട്ടി. അവൾ ചെന്ന് ജോണിനോട് താങ്ക്സ് പറഞ്ഞു. അങ്ങനെ അവൾ വീണ്ടും ജോണുമായിട്ട് ലൈനായി. ഇവിടെ വിക്ടറിന്റെ ആൾക്കാർ പറക്കുന്ന കാർ നിർമ്മിച്ച 3 സയന്റിസ്റ്റുകളെയും കണ്ടെത്തി. അതായത് വില്യമിനെയും ക്ലാരയെയും പിന്നെ ജെയിംസിനെയും. ശേഷം ആ 3 പേരെയും വിക്ടർ അവന്റെ ലാബിലേക്ക് വിളിച്ചു വരുത്തി. അവിടെ വേറെയും നിരവധി സയന്റിസ്റ്റുകൾ ഉണ്ടായിരുന്നു. പക്ഷെ അവരൊക്കെ വിക്ടറിന്റെ ആൾക്കാരാണ്. അതായത് നമ്മൾ ആദ്യം കണ്ട സയന്റിസ്റ്റുകൾ. ബ്ലാക്ക് ലൈറ്റ്നിങ്ങിനെ പോലെ പുതിയൊരു കാർ നിർമ്മിക്കാൻ വേണ്ടിയിട്ടാണ് അവരെ വിളിച്ചു വരുത്തിയത്. വിക്ടറും കൂട്ടരും ഗവൺമെന്റ് ഒഫീഷ്യൽസ് ആണെന്നാണ് 3 സയന്റിസ്റ്റുകളോടും പറഞ്ഞിരിക്കുന്നത്. ഈ സിറ്റിയിൽ ക്രൈംസ് കൂടുതലാണ്. ബ്ലാക്ക് ലൈറ്റ്നിങ്ങിനെ കൊണ്ട് ഒറ്റയ്ക്ക് അതെല്ലാം ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ വീണ്ടും അതുപോലത്തെ മറ്റൊരു വണ്ടിയും കൂടെ നിർമ്മിക്കാൻ തീരുമാനിച്ചത്. അതിനുവേണ്ടിയാണ് നിങ്ങൾ വിളിച്ചു വരുത്തിയത് എന്ന് വിക്ടർ സയന്റിസ്റ്റുകളോട് പറഞ്ഞു. പക്ഷേ നാനോ കാറ്റലിസ്റ്റ് ഇല്ലാതെ വണ്ടി പ്രവർത്തിപ്പിക്കാൻ കഴിയില്ലെന്ന് വില്യം പറഞ്ഞപ്പോൾ തന്റെ പക്കലുള്ള ഒരു ബോട്ടിൽ നാനോ ഫ്യൂൽ കാണിച്ചിട്ട് ഇത്രയും ഇന്ധനം കൊണ്ട് കാറിനെ പ്രവർത്തിപ്പിക്കാൻ കഴിയുമോ എന്ന് വിക്ടർ ചോദിച്ചു. അതുപയോഗിച്ച് വേണമെങ്കിൽ കുറച്ച് മണിക്കൂറുകൾ നേരത്തേക്ക് കാറിനെ പ്രവർത്തിപ്പിക്കാൻ കഴിയുമെന്ന് ജെയിംസ് പറഞ്ഞു. അത്
തന്നെ ധാരാളം. എല്ലാവരും പെട്ടെന്ന് തന്നെ പണി തുടങ്ങിക്കോ എന്ന് വിക്ടർ പറഞ്ഞു. അടുത്ത ദിവസം വിൻസെന്റ് എമിലിക്ക് കൊടുക്കാൻ വേണ്ടി കുറച്ച് പൂക്കൾ ഓർഡർ ചെയ്തു. ആ പൂക്കൾ ഡെലിവർ ചെയ്യാൻ പോയത് ജോൺ ആണ്. പൂക്കളും കൊണ്ട് പറന്നു പോകുന്ന വഴിയിൽ എമിലിയെ കണ്ട് സംസാരിക്കാൻ വേണ്ടി അവൻ ഒരിടത്ത് ഇറങ്ങി. ഇന്ന് രാത്രി മോളിൽ വെച്ച് ന്യൂ ഇയർ സെലിബ്രേഷൻ ഉണ്ടല്ലോ, അവിടെ നീ വരുമോ എന്ന് ജോൺ എമിലിയോട് ചോദിച്ചു. എന്നിട്ട് എനിക്കൊരു സർപ്രൈസ് തരാനുണ്ടെന്നും പറഞ്ഞു. അവൾ വരാമെന്ന് ഏറ്റു. പിന്നെ കുറച്ചു നേരം സംസാരിച്ചിട്ട് അവൻ അവിടെ നിന്നും പോകാൻ തുടങ്ങി. അപ്പോഴാണ് എമിലിയുടെ മണ്ടയിലൂടെ ഒരു വലിയ ഐസ് കട്ട വന്ന് വീഴാൻ പോകുന്നത് ദൂരെ നിന്ന ജോൺ കണ്ടത്. അവൻ പെട്ടെന്ന് പറന്നു ചെന്ന് ഐസ് കട്ടയെ വണ്ടി കൊണ്ട് ഇടിച്ചു പൊട്ടിച്ചു. അങ്ങനെ അവളെ രക്ഷപ്പെടുത്തി. പക്ഷെ അതിനിടയിൽ വിൻസെന്റ് ഓർഡർ ചെയ്ത പൂക്കൾ കാറിൽ നിന്നും പുറത്തു വീണു. എമിലി അതെടുത്ത് നോക്കിയപ്പോൾ അതിൽ വിൻസെന്റിന്റെ പേര് കണ്ട് വിൻസെന്റ് ആണ് ബ്ലാക്ക് ലൈറ്റ്നിങ് എന്ന് കരുതി. യഥാർത്ഥത്തിൽ അവൾ വീണ്ടും ജോണുമായിട്ട് പ്രണയത്തിലായി തുടങ്ങിയതാണ്. പക്ഷെ ഇപ്പോൾ വിൻസെന്റ് തന്റെ ജീവൻ രക്ഷിച്ചു എന്ന് കരുതി അവൾ വിൻസെന്റിനെ സ്നേഹിക്കാൻ തുടങ്ങി. അടുത്ത ദിവസം അവൾ വിൻസെന്റിനോട് നീയാണ് ബ്ലാക്ക് ലൈറ്റ്നിങ് എന്ന കാര്യം എനിക്ക് മനസ്സിലായെന്ന് പറഞ്ഞു. അപ്പോൾ അവൾ അങ്ങനെയാണ് കരുതുന്നതെങ്കിൽ പിന്നെ അങ്ങനെ തന്നെ ഇരുന്നോട്ടെ എന്ന് കരുതി അവൻ ബ്ലാക്ക് ലൈറ്റ്നിങ് ആണെന്ന രീതിയിൽ അഭിനയിക്കാൻ തുടങ്ങി. ശേഷം ഇന്ന് രാത്രി ന്യൂ ഇയർ അല്ലേ, അത് മോളിൽ വെച്ച് സെലിബ്രേറ്റ് ചെയ്യാനാണ് നമ്മുടെ ക്ലാസ് തീരുമാനിച്ചിരിക്കുന്നത്, നീയും അവിടെ വരുമോ എന്ന് വിൻസെന്റ് ചോദിച്ചു. അവൾ വരാമെന്നും പറഞ്ഞു. കൊള്ളാം, കഴിഞ്ഞ ദിവസം ജോണിനോടും അവൾ മോളിൽ വരാമെന്നാണ് പറഞ്ഞത്. ഇവളും മേരി ജെയിന് വേണ്ടി പ്രാക്ടീസ് ചെയ്യാണ് ഗൈസ്. എന്തായാലും ഈ സമയം സയന്റിസ്റ്റുകൾ പുതിയ ബ്ലാക്ക് ലൈറ്റ്നിങ് നിർമ്മിക്കുകയായിരുന്നു. നിർമ്മാണമെല്ലാം പൂർത്തിയായിട്ടുണ്ട്. എന്നാൽ ഡാനിയേൽ വിക്ടറിന്റെ പദ്ധതികൾ മറ്റ് സയന്റിസ്റ്റുകളുമായിട്ട് ഡിസ്കസ് ചെയ്യുന്നത് വില്യം ഒളിച്ചു നിന്ന് കേൾക്കാനിടയായി. സംഭവം അവന് പുതിയ കാർ വെച്ച് ബ്ലാക്ക് ലൈറ്റ്നിങ്ങിനെ പിടിക്കണം, എന്നിട്ട് അതിൽ നിന്നും നാനോ കാറ്റലിസ്റ്റ് എടുക്കണം, എന്നിട്ട് അതുപയോഗിച്ച് ഡ്രില്ല് ചെയ്ത് ഡയമണ്ട്സ് എടുക്കണം. പക്ഷെ അങ്ങനെ ഡയമണ്ട്സ് എടുക്കുമ്പോൾ മോസ്കോയിൽ സെയ്സ്മിക് ആക്ടിവിറ്റികൾ ട്രിഗർ ആകും. അതായത് വലിയ ഭൂമികുലുക്കങ്ങൾ സംഭവിക്കും. അതിൽ മോസ്കോ നഗരം പൂർണ്ണമായും തകർന്നു പോകും. അതിനേക്കാൾ ഉപരി ദശലക്ഷക്കണക്കിന് പേരുടെ ജീവൻ നഷ്ടമാകും. ഇതൊക്കെ കേട്ട വില്യം ഞെട്ടിപ്പോയി. അവൻ ചെന്ന് മറ്റു രണ്ടുപേരെയും ഈ വിവരങ്ങളെല്ലാം അറിയിച്ചു. ദശലക്ഷക്കണക്കിന് പേരുടെ ജീവൻ രക്ഷിക്കാൻ നമുക്ക് എന്തെങ്കിലും ചെയ്തേ പറ്റൂ എന്ന് ക്ലാര പറഞ്ഞു. 3 പേരുടെയും മൊബൈൽ ഫോണൊക്കെ നേരത്തെ തന്നെ ഡാനിയേൽ വാങ്ങി വെച്ചിരുന്നു. അതുകൊണ്ട് പുറത്തു പോയി ആരെങ്കിലും കോൺടാക്ട് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞ് വില്യം പുറത്ത് കടക്കാൻ നോക്കി. പക്ഷെ അതിനിടയിൽ ഗോഡ്സ് അയാളെ കണ്ടു. അയാൾ എലിവേറ്ററിൽ കയറി രക്ഷപ്പെടാൻ ശ്രമിച്ചു. എന്നാൽ അബദ്ധത്തിൽ ചെന്നുപെട്ടത് കെട്ടിടത്തിന്റെ ടെറസിലാണ്. അയാൾ അവിടെ നിന്ന് കൈ കാണിച്ച് രക്ഷിക്കണേ എന്ന് അലറി വിളിച്ചു. അത് താഴെ റോഡിൽ നിന്നവർ കാണുകയും ഉടനെ ന്യൂസ് ചാനൽസ് അതിന്റെ വാർത്തകൾ വിടുകയും ചെയ്തു. ഈ സമയം എമിലിയും വിൻസെന്റും മോളിൽ ന്യൂ ഇയർ സെലിബ്രേഷന് വേണ്ടി നിൽക്കുകയായിരുന്നു. അപ്പോഴാണ് ഒരാൾ കെട്ടിടത്തിന്റെ മുകളിൽ കുടുങ്ങിപ്പോയെന്ന വാർത്ത കാണുന്നത്. ഉടനെ ഞാൻ പോയി അയാളെ രക്ഷിക്കട്ടെ എന്നും പറഞ്ഞ് അവൻ അവിടെ നിന്നും ഇറങ്ങി. പക്ഷെ അവൻ ചെന്നൊരു ബാത്റൂമിൽ ഒളിച്ചിരിക്കുകയാണ് ചെയ്തത്. കുറച്ചു കഴിഞ്ഞതും അവിടെ ജോൺ എത്തി. അവളെ പ്രപ്പോസ് ചെയ്യാൻ വേണ്ടി അവനൊരു റിംഗ് ഒക്കെ വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ട്. പക്ഷേ ഞാൻ വിൻസെന്റുമായിട്ട് പ്രണയത്തിലാണെന്ന് എമിലി പറഞ്ഞു. അവൻ എന്റെ ജീവൻ രക്ഷിച്ചിട്ടുണ്ട്. എന്നെ മാത്രമല്ല, അവൻ ഈ നഗരത്തിലെ ഒരുപാട് പേരെ രക്ഷിച്ചിട്ടുണ്ട്. കാരണം അവനാണ് ബ്ലാക്ക് ലൈറ്റ്നിങ്. അതുകൊണ്ടാണ് ഞാൻ അവനെ സ്നേഹിക്കുന്നത് എന്നൊക്കെയാണ് അവൾ പറയുന്നത്. അവൻ ബ്ലാക്ക് ലൈറ്റ്നിങ് അല്ലെന്ന് ജോൺ പറഞ്ഞു. എന്നാൽ എത്ര പറഞ്ഞിട്ടും അവൾ വിൻസെന്റിനെ തന്നെ വിശ്വസിച്ച് നിന്നു. അയാളെ ഇപ്പോൾ എന്റെ ഏട്ടായി വന്ന് രക്ഷിക്കോടാ, അത് നീ ലൈവായിട്ട് ടിവിയിലൂടെ കാണുന്ന എമിലി പറഞ്ഞു. ഈ വെളിവില്ലാത്തവളോട് സംസാരിച്ച് സമയം കളഞ്ഞിട്ട് കാര്യമില്ലെന്ന് തിരിച്ചറിഞ്ഞ ജോൺ അവിടെ നിന്നും ഇറങ്ങി വില്യമിനെ രക്ഷിക്കാൻ പോയി. പക്ഷെ അവിടെ ജോണിനെയും കാത്ത് വിക്ടർ ഒളിച്ചു നിൽപ്പുണ്ടായിരുന്നു. ബ്ലാക്ക് ലൈറ്റ്നിങ്ങിനേക്കാൾ പവർഫുൾ ആണ് വിക്ടറിന്റെ പുതിയ വണ്ടി. അതിൽ മിസൈലുകളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അവൻ ബ്ലാക്ക് ലൈറ്റ്നിങ്ങിനെ മിസൈൽ വെച്ച് വെടിവെച്ചു. അതിന്റെ ആഘാതത്തിൽ തലയിടിച്ച് ജോണിന്റെ ബോധം പോയി. ആ തക്കത്തിൽ വിക്ടർ ബ്ലാക്ക് ലൈറ്റ്നിങ്ങിൽ നിന്നും നാനോ കാറ്റലിസ്റ്റ് എടുത്തിട്ട് ബ്ലാക്ക് ലൈറ്റ്നിങ്ങിനെ നദിയിലേക്ക് തള്ളി. പതിയെ പതിയെ വെള്ളം കാറിന്റെ ഉള്ളിലേക്ക് കയറാൻ തുടങ്ങി. വിക്ടർ ആണെങ്കിൽ നാനോ കാറ്റലിസ്റ്റിനെ ലാബിൽ കൊണ്ടുപോയി ഡ്രില്ലിംഗ് മെഷീനുമായിട്ട് ഘടിപ്പിച്ചു. എന്നിട്ട് മെഷീൻ ഓൺ ചെയ്തു. മെഷീനിൽ 3 സയന്റിസ്റ്റുകളെയും കെട്ടിയിട്ടിട്ടുണ്ടായിരുന്നു. മെഷീൻ കുഴിക്കാൻ തുടങ്ങിയപ്പോൾ സിറ്റിയിൽ ചെറിയ രീതിയിൽ ഭൂമികുലുക്കം ഉണ്ടാകാൻ തുടങ്ങി. ലാബിൽ നിന്നും എല്ലാവരും പുറത്തേക്ക് ഓടി രക്ഷപ്പെട്ടു. വിക്ടറും പുതിയ കാറിൽ കയറി പറന്നുപോയി. ഈ സമയം മോളിൽ എല്ലാവരും ന്യൂ ഇയർ സെലിബ്രേഷനിലായിരുന്നു. അതിനിടയിൽ താൻ വില്യമിനെ രക്ഷിച്ചിട്ട് വന്നതുപോലെ വിൻസെന്റ് എമിലിയുടെ പക്കൽ വന്നു. അപ്പോഴാണ് അടുത്ത ടെസ്റ്റ്. നീ വലിയൊരു മനസ്സുള്ള മനുഷ്യനാണ്. എന്റെ ജീവൻ നീ രക്ഷിക്കുക പോലും ചെയ്തിട്ടുണ്ട്. പക്ഷേ സത്യം എന്താണെന്നാൽ ഞാൻ ജോണിനെയാണ് ശരിക്കും സ്നേഹിക്കുന്നത്. നീ എന്നോട് ക്ഷമിക്കണം എന്ന് എമിലി വിൻസെന്റിനോട് പറഞ്ഞു. എന്റെ പൊന്നടാവേ, കുറച്ചു നേരത്തെ ഇവന് ഇഷ്ടമാണെന്ന് പറഞ്ഞു. അതിനു മുന്നേ മറ്റവന് ഇഷ്ടമാണെന്ന് പറഞ്ഞു. ഇനി കുറച്ചു കഴിയുമ്പോൾ വേറൊരുത്തിന് ഇഷ്ടമാണെന്ന് പറയും. ഏതെങ്കിലും ഒരു വള്ളത്തിൽ കാല് വെക്കിടേ. എന്തായാലും പ്രണയം മൂത്ത് അവൾ ജോണിനെ ഫോൺ ചെയ്തു. ഈ സമയം കാറിനകത്ത് ഏതാണ്ട് വെള്ളം നിറഞ്ഞിരുന്നു. ബെല്ലടിക്കുന്നത് കേട്ടാണ് അവൻ ഉണർന്നത്. നീ എവിടെയാ? എനിക്ക് നിന്നോട് പ്രധാനപ്പെട്ട ഒരു കാര്യം പറയണമെന്ന് എമിലി പറഞ്ഞു. ഞാൻ ഇപ്പോ വരാമെന്നും പറഞ്ഞ് അവൻ ഫോൺ വെച്ചു.
നാനോ കാറ്റലിസ്റ്റ് ഇല്ലെന്ന് കാറിൽ വാർണിംഗ് കാണിക്കുന്നുണ്ട്. ഭാഗ്യത്തിന് ബാക്കപ്പ് ആയിട്ട് കുറച്ച് നാനോ ഫ്യൂൽ കാറിൽ ഉണ്ടായിരുന്നു. അങ്ങനെ കാർ സ്റ്റാർട്ടായി. ബ്ലാക്ക് ലൈറ്റ്നിങ് വെള്ളത്തിൽ നിന്നും കുതിച്ചുയർന്നു. നേരെ ലാബിലേക്കാണ് അവൻ പോയത്. പെട്ടെന്ന് മെഷീനിൽ നിന്നും നാനോ കാറ്റലിസ്റ്റ് എടുത്തു മാറ്റാൻ വില്യം പറഞ്ഞു. അങ്ങനെ അവൻ അതെടുത്തു മാറ്റി. അപ്പോൾ ഡ്രില്ലിങ്ങും ഭൂമി കുലുക്കവും ഒക്കെ നിലച്ചു. അത് വിക്ടർ തന്റെ കാറിലെ സ്ക്രീനിൽ കണ്ടു. എന്താണ് സംഭവിക്കുന്നതെന്നറിയാൻ അവൻ ലാബിലെ ക്യാമറകൾ പരിശോധിച്ചു. അപ്പോൾ ജോണും സയന്റിസ്റ്റുകളും കൂടെ നാനോ കാറ്റലിസ്റ്റിനെ നശിപ്പിക്കാൻ ശ്രമിക്കുന്നതാണ് കണ്ടത്. ഉടനെ അവൻ മോളിൽ പറന്നു ചെന്ന് എമിലിയെ പിടികൂടി. എന്നിട്ട് ജോണിനെ വിളിച്ചു. നീ കാറ്റലിസ്റ്റ് നശിപ്പിച്ചാൽ ഞാൻ നിന്റെ പെണ്ണിനെ കൊല്ലുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി. അവളെ ജീവനോടെ വേണമെങ്കിൽ നീ നാനോ കാറ്റലിസ്റ്റും കൊണ്ട് ഞാൻ പറയുന്ന സ്ഥലത്തിൽ വരാനും വിക്ടർ പറഞ്ഞു. അപ്പോഴാണ് ബ്ലാക്ക് ലൈറ്റ്നിങ് യഥാർത്ഥത്തിൽ ജോൺ ആയിരുന്നുവെന്ന് എമിലി തിരിച്ചറിയുന്നത്. ശേഷം വിക്ടർ പറഞ്ഞ സ്ഥലത്തിൽ ജോൺ നാനോ കാറ്റലിസ്റ്റുമായിട്ട് വന്നു. അപ്പോൾ മര്യാദയ്ക്ക് നീ അതെനിക്ക് തന്നാൽ ഞാൻ ഇവളെ വെറുതെ വിടാം, അല്ലെങ്കിൽ ഞാൻ ഇവളെ താഴെ തള്ളിയിട്ട് കൊല്ലുമെന്ന് വിക്ടർ പറഞ്ഞു. എന്നാൽ നീ ധൈര്യമായിട്ട് ചാടിക്കോ എന്നാണ് ജോൺ അവളോട് പറഞ്ഞത്. അവൾ അതുപോലെ എടുത്തു ചാടി. അവൾ താഴെ വീഴുന്നതിന് മുന്നേ അവൻ പറന്നുവന്ന് അവളെ രക്ഷിച്ചു. അവളെ സുരക്ഷിതമായിട്ട് നിലത്തിറക്കിയ ശേഷം അവൻ വിക്ടറുമായിട്ട് ഫൈറ്റ് ചെയ്യാൻ പോയി. വിക്ടർ തുരിതുര അന്ന് ബ്ലാക്ക് ലൈറ്റ്നിങ്ങിന് നേർക്ക് മിസൈലുകൾ വർഷിച്ചു. വളരെ വിദഗ്ധമായിട്ട് അവൻ അതെല്ലാം ഒഴിഞ്ഞു മാറി. പക്ഷെ എത്രയൊക്കെ രക്ഷപ്പെടാൻ ശ്രമിച്ചിട്ടും വിക്ടർ അവനെ വിടാതെ പിന്തുടർന്നു. അവസാനം അവനൊരു ഐഡിയ തോന്നി. അവൻ നേരെ മുകളിലേക്ക് പറന്നുയർന്നു. ഉയരുന്ന സമയത്തിൽ വിക്ടറിന്റെ വണ്ടിയിൽ വന്നിടിച്ച് അതിനെയും കൊണ്ടാണ് മുകളിലേക്ക് പോകുന്നത്. അവസാനം അങ്ങ് ബഹിരാകാശത്തിലെത്തി. അപ്പോഴേക്കും വിക്ടറിന്റെ കാറിലെ ഇന്ധനം തീർന്നിരുന്നു. അങ്ങനെ വിക്ടർ സ്പേസിലൂടെ ഒഴുകി നടന്നു. ഇനി ഒരിക്കലും അവന് തിരിച്ച് ഭൂമിയിൽ വരാൻ കഴിയില്ല. എന്നാൽ അപ്പോഴും ബ്ലാക്ക് ലൈറ്റ്നിങ്ങിൽ കുറച്ച് ഫ്യൂൽ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ജോൺ സേഫായിട്ട് തന്നെ വന്ന് ലാൻഡ് ചെയ്തു. അങ്ങനെയെല്ലാം ശുഭകരമായിട്ട് അവസാനിച്ചു. അടുത്ത ദിവസം രാവിലെ എമിലിയും ജോണും മഞ്ഞ് പൊഴിയുന്ന വഴിയിലൂടെ നടക്കുന്നതിനിടയിൽ എനിക്ക് നിന്നെ ഇഷ്ടമാണെന്ന് അവൾ അവനോട് പറയുന്നതോടെ സിനിമ അവസാനിക്കുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്ത് ചാനലിനെ സപ്പോർട്ടും ചെയ്യണം. അപ്പോൾ ഇതുപോലെ അടിപൊളി സിനിമയായിട്ട് വീണ്ടും വരുന്നതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.